ആരാണ് നീ? ആരാണ് ഞാൻ? And this the revealing of my fake face. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്. ഷോർട്സിലാണെങ്കിലും ലോങ് വീഡിയോയിലാണെങ്കിലും കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുമ്പോഴത്തേനും സെലക്ട് ആയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ വേറെ വീഡിയോസ് ചെയ്യുമ്പോഴത്തേനും ഇപ്പം എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, കാരണം ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ എന്താ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജോലി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാറില്ല. ചില വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്, ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. പക്ഷേ എല്ലാ വീഡിയോസിലും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ എന്നൊന്നിരുന്ന് പറയാറില്ല. അപ്പം അത് മേ ബി ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ കാണുന്നവർ ഓരോരുത്തരും പുതിയ പുതിയ ആൾക്കാരായതുകൊണ്ട് അവർക്കറിയില്ലായിരിക്കുമല്ലോ. കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പറയാനായിട്ട് താങ്കൾ ക്യാബിൻ ക്രൂ അല്ലല്ലോ എന്ന്. യെസ്, ഓഫ് കോഴ്സ് ഞാനൊരു ക്യാബിൻ ക്രൂ അല്ല. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട് ആണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസസിൻ്റെ ബേസിസിലാണ് ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതലും ഞാൻ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിരിക്കുന്നത് കൂടുതലും എൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്, അതിപ്പം ക്യാബിൻ ക്രൂ ആണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും ഞാൻ പോയിട്ടുള്ള എൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസസ് ആൻഡ് അതുപോലെ തന്നെ അവർ എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആൻഡ് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡ്യൂട്ടിയിലുള്ള കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റോൾസ് ഓഫ് എ ഗ്രൗണ്ട് സ്റ്റാഫാണ് ഞാൻ അതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ റീസെൻ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന വീഡിയോ നെഗറ്റീവ്സ് ഓഫ് ഏവിയേഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഏവിയേഷൻ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഞാൻ ഇട്ടത്. ബിക്കോസ് ഞാനിപ്പം ആദ്യം കയറിയ ടൈമിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈവൻ ഈ ഒരു ഫീൽഡിനോട് വളരെയധികം പാഷനേറ്റ് ആയിട്ട് കയറിയ ഒരാളാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ചെറിയ കാര്യങ്ങളുണ്ട്, ചെറിയതും വലുതും എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ആ ഒരു വീഡിയോയിൽ ക്യാബിൻ ക്രൂ അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റാഫ് എന്നുള്ള രീതിയിലാണ് ഞാൻ ക്യാപ്ഷൻ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി പേര് വന്നിട്ട് പറഞ്ഞത് ഒത്തിരി പേരല്ല കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞത് ഞാൻ ക്യാബിൻ ക്രൂ അല്ലല്ലോ പിന്നെ ഇതൊക്കെ പറയാനായിട്ട് ലൈക്ക് എനിക്ക് എന്താ അർഹത ഉള്ള എന്നുള്ള ഒരു രീതിയിൽ. സോ അവരോട് മെയിൻലി എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ക്യാബിൻ ക്രൂ ആയിരിക്കില്ലായിരിക്കും, പക്ഷേ ഈ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് അത്യാവശ്യം ബോധം നമുക്ക് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുമല്ലോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ എനിക്കറിയാവുന്നവരൊക്കെ ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടാണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ക്യാബിൻ ക്രൂസ് നമ്മൾ ഫ്ലൈറ്റ് മീറ്റ് എന്ന് പറയുന്ന ഒരു അലൊക്കേഷൻ ഉണ്ട്. സോ നമ്മൾ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് ഞാൻ അതൊക്കെ എൻ്റെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ കൊടുത്തേക്കാം വീഡിയോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട് ജോബ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. സോ ഫ്ലൈറ്റ് മീറ്റ് എന്ന് പറയുന്ന ഒരു അലൊക്കേഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ക്രൂവുമായിട്ട് സംസാരിക്കുകയും നമുക്ക് അവരുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രൂവുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്, പല കാര്യങ്ങളും അവരോടും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞാൻ പറയാറുണ്ട് എനിക്കിങ്ങനെ ക്രൂ ആവാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. പിന്നെ ഈ ഏവിയേഷൻ ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ തന്നെ ഏവിയേഷൻ ഫീൽഡിലെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറിലാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൽ. പക്ഷേ അതുപോലെ തന്നെ ബാക്കി ഒരുപാട് ഫീൽഡ് ഉണ്ട്. ഇപ്പോൾ റാമ്പിൽ സെക്യൂരിറ്റി അങ്ങനത്തെ ഒത്തിരി ഫീൽഡ് ഈ ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുന്നത് തന്നെ വരുന്നുണ്ട്. സോ അതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ജോബിനും ഈ സെയിം ഞാനിപ്പം ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ ആ ഒരു നെഗറ്റീവ്സ് എന്ന് പറയുന്ന വീഡിയോയിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആയിരിക്കും. കാരണം നമ്മളുടെ വർക്ക് പാറ്റേൺ എന്ന് പറയുന്നത് അതാണ്. ആൻഡ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ജോബിൻ്റെ റോൾസും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതൊന്നും ഞാൻ ആ വീഡിയോയിൽ പറയുന്നില്ല. അപ്പം ഇതാണ് എനിക്ക് ഷോർട്ടായിട്ട് ഇതിനെക്കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. ക്യാബിൻ ക്രൂ ഒന്നും അല്ലെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് പിന്നെ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചവരോടുള്ള ഒരു ചെറിയ മറുപടിയാണ്. നെഗറ്റീവായിട്ടൊന്നും അല്ല പറയുന്നത്, കാരണം അവർ ചോദിച്ചത് യെസ് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അപ്പം അതും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ വെറുതെ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു കൂട്ടുക അങ്ങനത്തെ ഒരു ബേസിസിലല്ല യൂട്യൂബ് ചാനൽ മെയിൻലി തുടങ്ങിയത്. എൻ്റെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്
എനിക്ക് ആങ്കറിങ് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഷോസൊക്കെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് RJ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു പേഴ്സണൊന്നുമല്ല. ഇപ്പം എൻ്റെ വളരെ അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സ് അല്ലാതെ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞാൻ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ എക്സ്ട്രാവേർട്ടായിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആങ്കറിങ് ഒക്കെ ചെയ്യാനായിട്ട് ഇവൻറ്റ്സ് ഹോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം പക്ഷെ എൻ്റെ അൾട്ടിമേറ്റ് എയിം എൻ്റെ മനസ്സിൽ ശരിക്കും എനിക്കൊരു ആങ്കർ ആവണം എന്നൊക്കെ, ഭാവിയിലൊരു വലിയ വലിയ ആങ്കർ ആവണം എന്നൊക്കെയാണ് ആഗ്രഹം. അപ്പം അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാൻ സംസാരിക്കുമ്പം ഒത്തിരി വേർഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ആ ഒരു സംസാര രീതിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ മെയിൻലി തുടങ്ങിയത്. പിന്നെ നമ്പർ 2 എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇതിൽ കൂടെ ഇച്ചിരി വരുമാനം എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു. പിന്നെ ഇത് കണ്ട ആരെങ്കിലും എന്നെ വല്ല ഈ പറയുന്ന ഹോസ്റ്റിങ്ങിലേക്കൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ നീട്ടി ഞാൻ സ്വീകരിച്ചിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ തുടങ്ങി ഈ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു ഏവിയേഷനെ റിലേറ്റഡ് ആയിട്ട് ജസ്റ്റ് ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്തപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് ഈ ഒരു ഏവിയേഷൻ ഫീൽഡിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് എന്തായാലും ഗുണമായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ഏവിയേഷൻ സൈഡിൽ തന്നെ നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തതും അതുകൊണ്ട് തന്നെ. കാരണം നമ്മൾ ഫ്രഷറായിട്ട് വരുമ്പോഴത്തേനും നമ്മൾ പുറത്ത് നിന്ന് കാണുന്ന ഒരു ഫീൽഡല്ല നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോൾ. പുറത്ത് നമുക്ക് ഭയങ്കര ഒരു കൗതുകവും മായാലോകവും ഒക്കെ ആയിട്ട് തോന്നും. പക്ഷേ അകത്തോട്ട് കയറി നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും കുറച്ച് നമ്മൾ വേറൊരു റിയാലിറ്റിയിലേക്കാണ് വരുന്നത്. അപ്പം അത് കുറച്ച് മുൻപേ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്തരത്തിൽ കൂടി ഒരു വീഡിയോ ചെയ്തത്. കാരണം നാളെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നൊരു വ്യക്തി ജോലിക്ക് കയറി ചിലപ്പം ആൾക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടില്ല, പിന്നീട് ആ ജോലി റിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി എന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കില്ലേ എന്തുകൊണ്ടാണ് ചേച്ചി ഇതിങ്ങനെ ഒരു നെഗറ്റീവ് സൈഡിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാണ്ടിരുന്നത് എന്നുള്ളത്. അപ്പം ആ ഒരു രീതിക്കാണ് ഞാൻ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനത്തെ വീഡിയോയും ചെയ്യുന്നത്. 99% ജെന്യുവിൻ ആയിട്ട് തന്നെയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യാറുള്ളൂ. ബിക്കോസ് ഇത് എൻ്റെ ചാനലാണ്. അപ്പം എന്നെ ട്രസ്റ്റ് ചെയ്ത് ആരെങ്കിലും ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു മോശമായിട്ടുള്ള കാര്യവും വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ പൊയ്മുഖം അഴിച്ചു വെക്കുക എന്ന് പറയുന്ന വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അങ്ങനെ പൊയ്മുഖമൊന്നുമില്ല. ഏവിയേഷൻ ഫീൽഡിനെ കുറിച്ച് പിന്നെ ഒട്ടും ധാരണയില്ലാത്തൊരു വ്യക്തിയൊന്നും അല്ലല്ലോ ഞാൻ. ഏവിയേഷനിൽ ഒരു ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പം ഞാൻ ഡിപ്ലോമ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം എന്തായാലും അതിനെക്കുറിച്ചിട്ടൊരു നോളേജ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണോ നമ്മൾ പഠിക്കാൻ പോകുന്നത് തന്നെ. ആൻഡ് ഓൾസോ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത് ഒരു ക്യാബിൻ ക്രൂ, സ്പൈസ് ജെറ്റിലെ ക്യാബിൻ ക്രൂ ആയിരുന്ന മാമാണ്. അപ്പം ആ പുള്ളിക്കാരി പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളും നമുക്ക് അങ്ങനെ മാമിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേനും നമുക്കത് കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം അറിയാം. അതുപോലെ തന്നെ ഏവിയേഷൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. പിന്നെ വെറുതെ അല്ലല്ലോ നമ്മൾ എന്തായാലും ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി സ്റ്റഡി ചെയ്തിട്ട് മാത്രമല്ലേ വരാം. അപ്പം ആ ഒരു റീസൺ കൊണ്ടുമാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. പിന്നെ കമൻറ്റ് അത് ഇട്ടതൊന്നും നെഗറ്റീവായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. കാരണം ഇട്ടത് ഫാക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ക്യാബിൻ ക്രൂ അല്ലല്ലോ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നത് വളരെ ഫാക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, കറക്റ്റായിട്ടുള്ള കാര്യമാണ്. സോ കീപ് വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എനിക്കറിയാവുന്ന ഡൗട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം കീപ് വാച്ചിങ് മൈ വീഡിയോസ്. ആൻഡ് നിങ്ങൾ ഒരു ന്യൂ ആയിട്ടുള്ള ആളാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോസ് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ കീപ് വാച്ചിങ്. താങ്ക് യു.